ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളുടെ ആ ഒരു പേഴ്സണും നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടോ, നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. ആരെങ്കിലും വീഡിയോ ഫേസ്ബുക്കിൽ കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്തതിന് ശേഷം വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഇത് കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കാം. ഇനി റെസനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കാം. ആരും ഫോഴ്സ്ഫുള്ളി വീഡിയോ റെസനേറ്റ് ചെയ്യാനായിട്ട് നോക്കരുത്. ഓക്കെ, അപ്പോൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ആരുമായിക്കോട്ടെ. ചിലപ്പോൾ നിങ്ങൾ ഇന്ന് ബ്രേക്കപ്പ് ആയിട്ട് പോയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം, ഇപ്പോൾ നിങ്ങൾ സെപ്പറേഷനിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു വ്യക്തിയെ റാൻഡംലി നിങ്ങളൊരു പേഴ്സണെ ഇഷ്ടപ്പെടുന്നുണ്ടാകാം, അല്ലെങ്കിൽ സ്നേഹിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ വൺ സൈഡ് ലവ് ഒക്കെ ആയിട്ട് അങ്ങനെ സ്നേഹിക്കുന്നുണ്ടാവാം. എങ്ങനെയാണെങ്കിലും റിലേഷൻഷിപ്പിലായിട്ട് സെപ്പറേഷനിൽ പോയ വ്യക്തികളാണ് എങ്കിൽ പോലും നിങ്ങൾ ഇപ്പൊ നിങ്ങളുടെ മനസ്സിനകത്ത് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പേഴ്സൺ ആരാണെങ്കിലും ആ ഒരു പേഴ്സണ് നിങ്ങളോട് തിരിച്ചും ഫീലിങ്സുകൾ ഉണ്ടോ, സ്നേഹമുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കാർഡ് നമുക്ക് കിട്ടുന്നത് 5 ഓഫ് സോർഡ്സിന്റെ ഒരു കാർഡാണ്. സെക്കൻഡ് കാർഡ് നൈറ്റ് ഓഫ് കപ്സ് ആണ്. ക്വീൻ ഓഫ് കപ്സ്, നൈറ്റ് ഓഫ് പെൻഡക്കിൾസ്, 3 ഓഫ് കപ്സ്, 2 of Pentacles, 4 of Cups, the Empress card ആണ് പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. The High Priestess card, okay, King of Cups, Death card, 5 of Wands. ഓക്കെ, നമുക്ക് മാസ്റ്റർ കാർഡ് നോക്കാം. 3 of Pentacles ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളെ മനസ്സിൽ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി ആരാണെങ്കിലും ആ ഒരു വ്യക്തി നിങ്ങളെ തിരിച്ചും അതേ രീതിയിൽ സ്നേഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സ് അവർക്ക് നിങ്ങളോട് ഉണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ നമുക്ക് നൈറ്റ് ഓഫ് കപ്സിന്റെ ഒരു കാർഡ്, ഈ ഒരു ഫസ്റ്റ് കാർഡ് നോക്കാം. നൈറ്റ് ഓഫ് കപ്സിന്റെ ഒരു കാർഡ്, അതുപോലെ ക്വീൻ ഓഫ് കപ്സ്, കിങ് ഓഫ് കപ്സ്, ഈ 3 കപ്സിന്റെ കാർഡുകൾ നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഇവിടെ വളരെ ശക്തമായിട്ട് തന്നെ ആ ഒരു കാർഡുകൾ കാണുന്നുണ്ട്. അപ്പം ഈ ഒരു കപ്സ് എന്ന് പറയുമ്പോഴത്തേക്കും വികാരങ്ങളുടെയും സ്നേഹത്തിന്റെയും അതുപോലെ ഹൃദയബന്ധത്തിന്റെയും ഒക്കെ പ്രതീകമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ആ ഒരു ഫീലിങ്സുകൾ പൂർണ്ണമായിട്ടും ഇല്ല എന്നല്ല, മറിച്ച് അവരുടെ ഹൃദയത്തിൽ വികാരങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ ശക്തമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ അവർ ആ ഒരു ഫീലിങ്സുകളൊക്കെ തുറന്ന് പ്രകടിപ്പിച്ചിട്ടില്ലായിരിക്കാം ഇതുവരെ. അതിനൊരു വ്യക്തത നമുക്കിവിടെ പറയാനായിട്ട് പറ്റുന്നില്ല, അല്ലെങ്കിൽ പ്രകടിപ്പിക്കുന്ന വ്യക്തി ആയിരിക്കണമെന്നില്ല. അപ്പൊ ക്വീൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളെയാണ് ഈ ഒരു കപ്പ്, നിങ്ങളുടെ ഒരു എനർജിയാണ് കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഒരു ബന്ധത്തെ ഹൃദയത്തിൽ നിന്ന് അനുഭവിക്കുന്ന, ഫീൽ ചെയ്യുന്ന ഒരാളാണ്. നിങ്ങൾ സ്നേഹിക്കുമ്പോൾ ആഴത്തിൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇവിടെ കിങ് ഓഫ് കപ്സ് ആ ഒരു വ്യക്തിയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ വികാരങ്ങൾ ഉള്ളിലുണ്ടെങ്കിലും അവയെ ഇങ്ങനെ നിയന്ത്രിച്ചു വെക്കുന്ന, എല്ലാം പുറത്തു കാണിക്കാത്ത സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ എന്നാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാനായിട്ട് വരുന്നത്. പിന്നെ എന്തുകൊണ്ട് അവരത് നിങ്ങളോട് ആ ഒരു ഫീലിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എന്തുകൊണ്ടാണോ അത് തുറന്ന് പറഞ്ഞു വരാത്തത് എന്നുള്ളത്, അത് നോക്കുവാണെങ്കിൽ നമുക്കിവിടെ 5 ഓഫ് സോർഡ്സ് ഉണ്ട്, അതുപോലെ 5 ഓഫ് വാൻഡ്സ് ഉണ്ട്, 2 ഓഫ് പെൻഡക്കിൾസ്, 4 ഓഫ് കപ്സ്. ഈ ഒരു 4 കാർഡുകളുടെ ഒരു കോമ്പിനേഷൻ, ഇതൊരു പ്രധാനപ്പെട്ട കോമ്പിനേഷൻ ആണ്. അതായത് 5 ഓഫ് സോർഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും മുൻപ് പാസ്റ്റിൽ അവർക്കുണ്ടായിരുന്ന വേദനകള്, അല്ലെങ്കിൽ തെറ്റിദ്ധാരണകള്, അല്ലെങ്കിൽ കുറച്ച് ഒരു ഈഗോ കൊണ്ടുണ്ടായിട്ടുള്ള ചില അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തർക്കങ്ങൾ, അല്ലെങ്കിൽ ബന്ധത്തിലെ സംഘർഷങ്ങൾ, ഇതൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതായത് ചിലപ്പോൾ ഈ ഒരു സെയിം റിലേഷൻഷിപ്പിൽ നിങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള ആ ഒരു പ്രശ്നങ്ങളായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് മറ്റൊരു വ്യക്തിയുമായിട്ട് പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്നുള്ള പ്രശ്നങ്ങൾ. എന്താണെങ്കിലും ഈ ഒരു പാസ്റ്റിലെ ആ ഒരു ഹേർട്ടും വേദനകളും ഒക്കെ അവരുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു എൻ്റെ ഹൃദയം തുറന്ന് വീണ്ടും ഈ ഒരു വ്യക്തിയിലേക്ക് പോയി ഒരു റിലേഷൻഷിപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ഈ ഒരു വേദനയിലൂടെ കടന്നു പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുമോ എന്നവർ പേടിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ 5 ഓഫ് വാൻഡ്സ് കാണിക്കുന്നത് അവരുടെ ഉള്ളിൽ ഒരു
ഉള്ളിൽ തന്നെ ശരിക്കും ഒരു സംഘർഷം നടക്കുന്നു എന്നുള്ളതാണ്. ഒരു വശത്ത് നിങ്ങളിലേക്ക് വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു, മറ്റൊരു വശത്ത് അവര് വളരെയധികം പേടിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതായത് അവർക്ക് ഒത്തിരി സ്നേഹമുണ്ട്, ഒത്തിരി ഫീലിങ്സുകളൊക്കെ നിങ്ങളുടെ അടുത്തുണ്ട്, പക്ഷെ അതൊന്നും അവർ പുറത്ത് കാണിക്കുന്നില്ല. അവർക്ക് പലപ്പോഴും നിങ്ങളിലേക്ക് വന്നിട്ട് അവർക്ക് നല്ല രീതിയിൽ നിങ്ങളെ ഇഷ്ടമാണ്, ഒരു റിലേഷൻഷിപ്പ് വേണം എന്ന രീതിയിലൊക്കെ പറയാനായിട്ട് അവര് പലപ്പോഴും ആഗ്രഹിക്കുന്നു, ചിന്തിക്കുന്നു. ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു വശത്ത് അവർക്ക് പേടി ഉണ്ടാകുന്നുണ്ട്. അതായത് അവർ പാസ്റ്റിൽ അനുഭവിച്ച ആ ഒരു വേദനകൾ, തെറ്റിദ്ധാരണകളൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പിലും അല്ലെങ്കിൽ ഇനി മുന്നോട്ടേക്കുള്ള സമയത്തും വരുമോ എന്നവർ പേടിക്കുന്നതാണ്. പിന്നെ 2 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോഴത്തേക്കും അവരിപ്പോൾ പല കാര്യങ്ങളും ഒരുമിച്ച് കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ചില ഫീലിങ്സുകൾ അല്ലെങ്കിൽ ജീവിതത്തിലെ ചില പ്രാക്ടിക്കൽ ആയിട്ടുള്ള വശങ്ങൾ തമ്മിൽ അവർ ബാലൻസ് കണ്ടെത്താനായിട്ട് ശ്രമിക്കുകയാണ്. അതാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. പിന്നെ 4 ഓഫ് കപ്സിലേക്ക് വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാർഡാണ് ഈ 4 ഓഫ് കപ്സിന്റെ കാർഡ്. ചിലപ്പോൾ സ്നേഹം മുന്നിലുണ്ടെങ്കിലും അതിനെ പൂർണ്ണമായി സ്വീകരിക്കാൻ ഒരാൾ തയ്യാറാകാതെ ഇരിക്കാം. അതാണ് ഇവിടെ 4 ഓഫ് കപ്സിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവരുടെ മുന്നിലേക്ക് 3 കപ്സ് ഇവിടെ ഉണ്ട്, ഓൾറെഡി ഒരു കപ്സ് നീട്ടി നിൽക്കുകയാണ്. അപ്പൊ അത്രയധികം സ്നേഹം മുന്നിലേക്ക് കൊടുക്കുന്നുണ്ട് എങ്കിൽ പോലും അത് സ്വീകരിക്കാനായിട്ട് അവർ തയ്യാറാകാതെ നിൽക്കുന്നു. അവർ സ്വന്തം ചിന്തകളിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. അവർക്ക് അതുകൊണ്ട് തന്നെ ആ ഒരു സ്നേഹത്തിലേക്ക് എത്തിപ്പെടാനായിട്ട് പറ്റുന്നില്ല. പിന്നെ എംബ്രസ് കാർഡ്, അതുപോലെ ഹൈ പ്രിസ്റ്റസ് കാർഡ് പറയുന്നത്, ഈ 2 കാർഡുകളും ഒരുമിച്ച് വരുന്നത് വളരെ ഒരു ശ്രദ്ധേയമായ കാര്യമാണ്. അപ്പം എംപ്രസ് കാർഡ് കാണിക്കുന്നത് അവർ നിങ്ങളെ വളരെ വിലമതിക്കുന്നു എന്നാണ്. അതായത് നിങ്ങളെ വളരെയധികം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സൺ ആയിട്ട് തന്നെ കാണുന്നു. അവരുടെ കണ്ണിൽ നിങ്ങൾ ഒത്തിരി ഒരു അട്രാക്റ്റീവ് ആണ്, കരുതലുള്ള ഒരു വ്യക്തിയാണ്, ഒത്തിരി കെയർ കൊടുക്കുന്ന ഒരു പേഴ്സൺ ആണ്. അപ്പോൾ നിങ്ങളുടെ സാന്നിധ്യം അവർക്കൊരു ആശ്വാസം നൽകുന്ന ഒന്നായിട്ട് അവർക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രസൻസ് ആണെങ്കിലും മതി. ഇപ്പം അവരോടൊപ്പം തന്നെ ഇല്ലെങ്കിലും അവരുടെ സറൗണ്ടിങ്ങിലായിട്ട് നിങ്ങൾ ഉണ്ടെങ്കിൽ അവർ വളരെയധികം ഒരു കോൺഫിഡൻസ് അവർക്ക് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളാണെങ്കിൽ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്തോ ഒരു ആശ്വാസം അല്ലെങ്കിൽ ഒരു സന്തോഷം ഇരട്ടിയാകുന്നത് പോലെ ഒരു ഫീലിങ്സ് അവർക്ക് തോന്നുന്നു എന്നുള്ളതാണ്. പിന്നെ ദ ഹൈ പ്രിസ്റ്റസ് കാർഡ് എന്ന് പറയുമ്പോൾ ഒരു രഹസ്യം, ഒരു രഹസ്യത്തിന്റെ, ഒരു സീക്രട്ടിന്റെ കാർഡാണ്. അവര് പറയാത്ത വികാരങ്ങൾ, ഫീലിങ്സുകൾ അവർക്കുണ്ട് എന്നുള്ളതാണ്. പുറത്ത് കാണിക്കുന്നതിലും കൂടുതലായിട്ട് കാര്യങ്ങൾ അവരുടെ ഹൃദയത്തിന് ഉള്ളിൽ നടക്കുന്നു എന്നതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം ഇവർക്ക് യഥാർത്ഥത്തിൽ എന്താണ് തോന്നുന്നത്, യഥാർത്ഥത്തിൽ ഇവർക്ക് എന്നോട് സ്നേഹമുണ്ടോ. അവർ തരുന്ന ചില ചെറിയ ചെറിയ സിഗ്നൽസിൽ നിന്ന് നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടാകാം ഇവർക്ക് സ്നേഹമാണ്, പക്ഷെ അത് ക്ലിയർ ആയിട്ട് ഒരു ക്ലാരിറ്റി ഒന്നും കിട്ടുന്നുമില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഇവർക്ക് തോന്നുന്നത് എന്നെ കുറിച്ച്, അല്ലെങ്കിൽ ഇവർക്ക് ഞാൻ സ്നേഹിക്കുന്ന പോലെ തന്നെ ആ ഒരു ഫീലിങ്സുകൾ ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ സംശയിക്കും. അപ്പൊ ഈ കാർഡ് പറയുന്നത് അതിന് കാരണം അവരുടെ ഫീലിങ്സുകളുടെ ഒരു വശം ഇപ്പോഴും ഇങ്ങനെ മറഞ്ഞു കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ ഡെത്ത് കാർഡ്, ഈ ഒരു ഡെത്ത് കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത് പലരും ഒരു പേടിക്കുന്ന കാർഡാണ് ഈ ഒരു ഡെത്ത് കാർഡ് എന്ന് പറയുന്നത്. പക്ഷെ ഇത് സാധാരണ അവസാനത്തേക്കാൾ മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം ഈ വ്യക്തിയുടെ വികാരങ്ങളിൽ ഒരു വലിയ മാറ്റം നടക്കുകയാണ്, ഫീലിങ്സുകൾ മാറുകയാണ്, പഴയ ചിന്താഗതികൾ മാറുന്നുണ്ട്, പഴയ ആ ഒരു പേടി മാറുന്നുണ്ട്, പഴയ സമയത്ത് ഉണ്ടായിരുന്ന ആ മുറിവുകൾ ഇതൊക്കെ സുഖമാകുന്നു. ഇതൊക്കെ വിട്ടിട്ട് പോകേണ്ട ഒരു കാലഘട്ടത്തിലേക്കാണ് അവര് നടത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ബന്ധം അവസാനിക്കും എന്നതിനേക്കാൾ നമുക്ക് പറയാനായിട്ട് പറ്റുന്നത് ആ ഒരു പഴയ ആ ഒരു വ്യക്തിയെ അവസാനിപ്പിച്ച് പുതിയൊരു വ്യക്തിയിലേക്ക് അവർ പുനർജനിക്കുന്നു എന്ന് വേണം. ആ ഒരു സന്ദേശമാണ് കൂടുതൽ ശക്തമായിട്ട് നമുക്ക് ഈ ഡെത്ത് കാർഡിലൂടെ പറയാനായിട്ട് പറ്റുന്നത്. അപ്പൊ ആ ഒരു പുതിയ വ്യക്തിയിലേക്ക് മാറുന്ന സമയത്ത് അവര് നിങ്ങളിലേക്ക് കൂടുതലായിട്ട് ഫീലിങ്സുകൾ തരാനായിട്ടുള്ള ചാൻസസ് ഇവിടെയുണ്ട്. പിന്നെ 3 ഓഫ് കപ്സ് ഉണ്ട്, അതുപോലെ 3 ഓഫ് പെന്റക്കിൾസ് ഉണ്ട്. 3 ഓഫ് കപ്സും നമുക്ക് വന്നിട്ടുണ്ട്, 3 ഓഫ് പെന്റക്കിൾസും, 2 കാർഡുകൾ വന്നിട്ടുണ്ട്. ഈ 2 കാർഡുകളും ഒരു ബന്ധം ക്രമേണ വളരാനുള്ള സാധ്യതയാണ് കാണിക്കുന്നത്. അതായത് ഫ്യൂച്ചറിൽ ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ വരാനും അതുപോലെ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് നല്ല രീതിയിൽ പോകും എന്നൊക്കെയാണ് ഈ കാർഡുകൾ കാണിക്കുന്നത്. 3 ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സൗഹൃദം, സന്തോഷകരമായ ഒരു കമ്മ്യൂണിക്കേഷൻ, വീണ്ടും അടുത്തടുത്ത് വരല്, ഇതൊക്കെയാണ് ഈ ഒരു കാർഡ് റെപ്രസെന്റ് ചെയ്യുന്നത്. 3 ഓഫ് പെന്റക്കിൾസ് വരുമ്പോഴത്തേക്കും ഈ ഒരു റിലേഷൻഷിപ്പ് യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് രണ്ടുപേരുടെയും ഒരു ശ്രമം ആവശ്യമാണ് എന്നാണ് നമുക്കിവിടെ യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത്. അപ്പൊ ഇവിടെ ഫീലിങ്സുകൾ പോരാ, ഒരു ആക്ഷൻസും കൂടെ, ആക്ഷൻസ് വേണം, അതോടൊപ്പം തന്നെ കമ്മ്യൂണിക്കേഷനും വേണം എന്നാണ് യൂണിവേഴ്സ് നമുക്കിവിടെ തരുന്ന ഗൈഡൻസ്. അപ്പം നമുക്ക് അവസാനമായിട്ടൊരു ഓവറോൾ എനർജി നോക്കുകയാണെങ്കിൽ ഈ ഒരു കാർഡുകൾ പ്രകാരം ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള വികാരങ്ങളുടെ സൂചനകൾ ശക്തമാണ്. പ്രത്യേകിച്ച് നൈറ്റ് ഓഫ് കപ്സ്, ക്യൂൻ ഓഫ് കപ്സ്, കിങ് ഓഫ് കപ്സ്, എംപ്രസ് കാർഡ്, ഇതൊക്കെ ഒരു സ്നേഹത്തിന്റെ ഒരു അട്രാക്ഷനും ഒക്കെയാണ് കാണിക്കുന്നത്.
അതുപോലെ തന്നെ ഇവിടെ അവരുടെ വികാരങ്ങൾ അല്ലെങ്കിൽ ഫീലിങ്സുകൾ പൂർണ്ണമായിട്ടും പ്രകടിപ്പിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അവരിപ്പോൾ ഉള്ളിലെ ആശയക്കുഴപ്പം പഴയ ആ ഒരു മുറിവുകൾ ഹേർട്ടൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പിന്നെ ഡെത്ത് കാർഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഫ്യൂച്ചറിൽ അവരുടെ ആ ഒരു ഫീലിങ്സുകളിലെ മനോഭാവത്തിലൊക്കെ മാറ്റം സംഭവിക്കാനുള്ള സാധ്യത നമുക്കിവിടെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു റീഡിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത് അവരുടെ ഹൃദയത്തിൽ വികാരങ്ങൾ ഉണ്ടാകാം, പക്ഷെ ആ ഒരു വികാരങ്ങളെ തുറന്ന് ജീവിക്കാനുള്ള ആ ഒരു ആത്മവിശ്വാസവും വ്യക്തതയും അവരിപ്പോഴും അവർക്കില്ല. അവരതിനു വേണ്ടിയിട്ട് അത് നേടിയെടുക്കാനായിട്ട് അവർ ആ ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ട് അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ ശരിക്കും പറയാൻ സ്നേഹത്തിന്റെ ഒരു ഊർജ്ജം കാണുന്നുണ്ട്, എന്നാൽ അതിനൊപ്പം ഒരു മടിയും ആശയക്കുഴപ്പവും കുറച്ച് പ്രശ്നങ്ങളൊക്കെ കാണപ്പെടുന്നു. അതിനാൽ തന്നെ ഇത് വികാരങ്ങളുണ്ടോ ഫീലിങ്സുകൾ ഉണ്ടോ ഈ ഒരു പേഴ്സൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫീലിങ്സുകൾ ഉണ്ട് എന്നൊരു സൂചന നമുക്ക് നൽകുന്നുണ്ടെങ്കിൽ പോലും കൂടുതൽ അങ്ങനത്തെയുള്ള ഒരു ഫീലിങ്സുകൾ ഉണ്ട് എന്നാണ് നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷെ ആ ഒരു ഫീലിങ്സുകൾ ഇപ്പോൾ പൂർണ്ണമായിട്ടും പ്രകടമാക്കുന്ന അവസ്ഥയിൽ തന്നെയാണോ എന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാനായിട്ട് പറ്റുന്നില്ല. അവരത് ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ആ ഒരു പേഴ്സണെ ഒത്തിരി ഇഷ്ടമാണ്, പക്ഷെ അവരുടെ ഭാഗത്തു നിന്ന് അവർക്ക് ഇഷ്ടമാണോ എന്നൊന്നും നിങ്ങൾക്ക് അറിയില്ല, അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടവും സ്നേഹവും ഒന്നും അവർ പ്രകടിപ്പിക്കുന്നില്ലാത്തൊരു സമയത്തിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇനി ഈ ഒരു സെയിം കാർഡുകൾ വെച്ചിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് യൂണിവേഴ്സിനോട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്കിവിടെ കിങ് ഓഫ് കപ്സും ഹൈ പ്രിസ്റ്റസ് കാർഡും എടുക്കാം. അപ്പോൾ ഈ രണ്ട് കാർഡുകൾ വഴി യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്, നിങ്ങൾ തുടർച്ചയായിട്ട് അവരുടെ മനസ്സ് വായിക്കാനായിട്ട് ശ്രമിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതായത് അവർക്ക് എന്നെ ഇഷ്ടമുണ്ടോ, അവരെന്നെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള ഒരു ചോദ്യത്തിൽ മാത്രം നിങ്ങൾ എന്നെ കുടുങ്ങിക്കിടക്കാതിരിക്കുക. നിങ്ങൾ ഒരു വ്യക്തിയെ സ്നേഹിക്കുകയാണെങ്കിൽ അവർ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ എതിരാണ് നിൽക്കുന്നത്, സാഹചര്യങ്ങൾ സപ്പോർട്ടില്ല, വ്യക്തികൾ സപ്പോർട്ടില്ല, ഇതൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരാളെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സറിഞ്ഞ് അവരെ സ്നേഹിക്കാം. അപ്പോൾ അവർക്ക് തിരികെ ആ ഒരു സ്നേഹം ഉണ്ടെങ്കിൽ ആ ഒരു ഫ്ലോ നിങ്ങളിലേക്ക് തനിയെ ഒഴുകിയെത്തിക്കൊള്ളും. അവര് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും ഇങ്ങനെ എപ്പോഴും അത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമില്ല എന്നാണ് യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞത്. പിന്നെ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ വാല്യൂ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. എംപ്രസ് കാർഡ് വളരെ ശക്തമായിട്ടൊരു സന്ദേശമാണ് നൽകുന്നത്. ഈ കാർഡ് പറയുന്നത് സ്നേഹം നേടാനായിട്ട് നിങ്ങൾ സ്വയം തെളിയിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ സന്തോഷവും വളർച്ചയും ആത്മാഭിമാനവും ആദ്യം അതാണ് നിങ്ങൾ നേടിയെടുക്കേണ്ടത്. അപ്പോൾ അത് കിട്ടിക്കഴിയുമ്പോൾ അവിടെ നിങ്ങൾക്ക് ആ ഒരു സ്നേഹവും തനിയെ വന്നുകൊള്ളും എന്നാണ് യൂണിവേഴ്സ് ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ നമുക്ക് നൈറ്റ് ഓഫ് പെന്റിക്കിൾസും അതുപോലെ 3 ഓഫ് പെന്റിക്കിൾസും എടുക്കാം. ഈ ഒരു എന്ന് പറയുമ്പോഴത്തേക്ക് യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്, ബന്ധം ഇവിടെ നമ്മുടെ ഈ റിലേഷൻഷിപ്പ് ഒരു സ്വാഭാവികമായിട്ട്, അതായത് ആ ഒരു ഫ്ലോയിലൂടെ വന്ന് വളരാനായിട്ട് അവസരങ്ങൾ നിങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ വേഗതയേക്കാൾ പെട്ടെന്ന് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു പേഴ്സൺ എന്നോട് സ്നേഹമാണ് ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് എന്നിലേക്ക് വന്ന് ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്ത് വേഗത പോകണം എന്നതിനേക്കാൾ ആ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകണം എന്നതിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യും. അപ്പൊ അതിനാൽ തന്നെ ഇവിടെ ഒരു ആശയവിനിമയം ഉണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ട് തുടരുക. അമിതമായിട്ടുള്ള ആ ഒരു സമ്മർദ്ദം നിങ്ങൾ സൃഷ്ടിക്കാതിരിക്കുക. അവരുടെ പ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അവരുടെ ആക്ഷൻസ് ശ്രദ്ധിക്കുക. വാക്കുകൾ മാത്രമല്ല നിങ്ങൾ നോക്കേണ്ടത്. പിന്നെ അവർ ചെയ്യുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പം പക്ഷെ ഇവിടെ യഥാർത്ഥ ബന്ധം ഒരു പ്രാക്ടിക്കലായിട്ട് അവരെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നതിനെയാണ് കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾ സ്വയം ചോദിക്കുക, അവർ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിൽ ആകാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ, അപ്പൊ നിങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് അവർക്ക് എന്തെങ്കിലും ക്യൂരിയോസിറ്റി ഉള്ളതായിട്ട് തോന്നുന്നുണ്ടോ, അവരുടെ ജീവിതത്തിൽ നിങ്ങളെ ഉൾപ്പെടുത്താനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതിനനുസരിച്ചിട്ട് മുന്നോട്ടേക്ക് ആക്ഷൻസ് എടുക്കുക. ഓക്കെ, പിന്നെ അതാണ് ഇവിടെ യൂണിവേഴ്സ് നമുക്ക് പറയാം. പിന്നെ ഡെത്ത് കാർഡിലേക്ക് വരുമ്പോഴത്തേക്കും അതിന്റെ ഒരു യൂണിവേഴ്സ് ഗൈഡൻസ് നോക്കുകയാണെങ്കിൽ ഈ കാർഡ് പലപ്പോഴും ഒരു പഴയ കാത്തിരിപ്പ് ആ ഒരു അവസാനിപ്പിക്കണം എന്ന് പറയുന്ന ഒരു കാർഡാണ്. അതായത് ഒരു പേടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ഇങ്ങനെ പിടിച്ചു നിൽക്കാതിരിക്കുക. ആ ഒരു പഴയ നിങ്ങളെ മാറ്റിക്കൊണ്ട് പുതിയതിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുക. എന്താണെങ്കിലും ആ ഒരു സക്സസ് ആണെങ്കിലും ഫെയിലിയർ ആണെങ്കിലും അതിനെ സ്വീകരിക്കാനായിട്ട് മനസ്സിനെ തയ്യാറാക്കുക എന്നാണ് യൂണിവേഴ്സ് നമുക്കിവിടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ഒരു റീഡിങ്ങിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്കുള്ള ഉപദേശം എന്ന് പറഞ്ഞാൽ അവരെ പിന്തുടരരുത്, അവരിൽ നിന്ന് പൂർണ്ണമായും അകന്നു പോവുകയും വേണ്ട. മറിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സ്വാഭാവികമായിട്ടുള്ള ആശയവിനിമയം, ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ എങ്ങനെയാണോ ഉള്ളത് അത് തന്നെ നിലനിർത്തുക. അവരുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ അവരുടെ ആക്ഷൻസ് നിരീക്ഷിക്കുക. ബന്ധം മുന്നോട്ട് പോകാനായിട്ട് ഈ രണ്ട് വ്യക്തികളുടെ ശ്രമം ഉണ്ടോ എന്നാണ് ആദ്യം നോക്കേണ്ടത്.
അപ്പൊ കാരണം ഈ ഒരു സ്പ്രെഡിൽ കാണുന്നത് സാധ്യതയുള്ള ഫീലിങ്സ്, അതായത് നിങ്ങളോട് സ്നേഹമുണ്ട്, വികാരങ്ങളുണ്ട്, റിലേഷൻഷിപ്പ് വേണം എന്ന് ആഗ്രഹിക്കാനായിട്ട് സാധ്യതയുള്ള വികാരങ്ങളാണ് കൂടുതൽ കാണുന്നത്. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ അവർക്കൊരു ഫീലിങ്സ് ഇല്ല എന്ന് ഒട്ടും കാണുന്നില്ല, സാധ്യതകൾ ഒത്തിരി നമുക്കിവിടെ കാണുന്നില്ല. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ഒരു നിയന്ത്രണത്തിൽ ഉള്ളത് അവരുടെ ഹൃദയം അല്ല, നിങ്ങളുടെ തീരുമാനങ്ങളും നിങ്ങളുടെ ആ ഒരു ആത്മമൂല്യങ്ങളും നിങ്ങളുടെ വാല്യൂസും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ളത്. അത് വളരെ പോസിറ്റീവായിട്ടും നല്ല രീതിയിലും ഡിസിപ്ലിനോട് കൂടി കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകാനായിട്ട് ശ്രമിക്കാം. പിന്നെ ഇവിടെ ഏറ്റവും യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അവർ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ഏർപ്പെടാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ എന്ന്, അത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യമാണ്. പിന്നെ നിങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് താല്പര്യം അവർ കാണിക്കുന്നുണ്ടോ, അവരുടെ ജീവിതത്തിൽ നിങ്ങളെ എന്തെങ്കിലും ഒരു കാര്യങ്ങളിലൊക്കെ നിങ്ങളെ കൂടെ നിർത്താനായിട്ട് ശ്രമിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കുക. ഇങ്ങനെയൊക്കെ ഒരു വ്യക്തി ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തി ആയിക്കൊള്ളാം, അവർക്ക് ഇങ്ങോട്ട് ഇഷ്ടമുണ്ടോ എന്നറിയാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊക്കെ തന്നെയാണ്. അവരുടെ കൊച്ചു കൊച്ചു സമയങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ കൊച്ചു കൊച്ചു കാര്യങ്ങളിലാണെങ്കിലും നിങ്ങളെ കൂടി ഉൾപ്പെടുത്താനായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ എന്ത് പ്രതിസന്ധികൾ വന്നാലും നിങ്ങളെ കൂടെ നിർത്താനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ നമ്മളിപ്പോ ഓരോരുത്തർക്ക് മറ്റുള്ള ആളുകളെയൊക്കെ ഒഴിവാക്കി പോകുന്ന സമയത്ത് എൻ്റെ സാഹചര്യങ്ങൾ ശരിയല്ല, അല്ലെങ്കിൽ എൻ്റെ ചുറ്റുപാടുകൾ ശരിയല്ല, എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ശരിയല്ല എന്നൊക്കെ പറയും. പക്ഷേ ഏതവസ്ഥയിൽ നിന്നാലും നമ്മളെ കൂടെ നിർത്താനായിട്ട് അവര് ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ കൂടെ നിർത്തുക എന്നല്ല, എന്തെങ്കിലും ശ്രമങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു സൈനാണ്. അപ്പോൾ അങ്ങനെ ശ്രമിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള അതേ ഒരു ഫീലിങ്സ്, അതേ ഒരു ഇഷ്ടം, അതേ ഒരു സ്നേഹം എല്ലാം തന്നെ ആ ഒരു പേഴ്സണും നിങ്ങളോടുണ്ട് എന്നുള്ളതാണ്. പിന്നെ നമ്മളിവിടെ നോക്കിയത് നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു പേഴ്സണ് ആ ഒരു സ്നേഹമുണ്ടോ എന്ന് നോക്കുമ്പോൾ സാധ്യതകൾ വളരെയേറെയാണ്. ആ ഒരു പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങൾ സ്നേഹിക്കുന്ന അതേ ഒരു അളവിൽ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് തന്നെ നമുക്ക് ഇവിടെ പറയേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. നമുക്ക് കുറച്ച് ക്ലൂസും കൂടി ഒന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് സെൽഫ് എംപ്ലോയ് എന്ന് പറയുന്ന ഒരു ക്ലൂ ആണ്. മെയ് മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്, ലെറ്റർ ജെ കിട്ടുന്നുണ്ട്, 1992 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്, തിരുവനന്തപുരം ജില്ല കിട്ടുന്നുണ്ട്, 1997 കിട്ടുന്നുണ്ട്, ഹോണസ്റ്റ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ യു ക്യാൻ ട്രസ്റ്റ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്, ഫീൽസ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ, തൃശ്ശൂർ ജില്ല, മാർച്ച് മന്ത്, 1981, 1975, ലോങ് മെയിൽ, ജൂൺ മന്ത്, ജാനുവരി മന്ത്, ടുമോറോ എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്, ടുഡേ എന്ന് പറയുന്നൊരു പോസിബിലിറ്റി ആണ്, 1986 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്, നെക്സ്റ്റ് മന്ത്, ഹിയറിംഗ് ഇഷ്യൂസ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്, ഡ്രൈവർ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്, 1978 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്, ടാറ്റു ഓൺ നെക്ക്, കഴുത്തിൽ ടാറ്റു ചെയ്തിട്ടുള്ള വ്യക്തികളാകാനുള്ള ചാൻസസ് ഉണ്ട് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ, സിംഗിങ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്, ലെറ്റർ ഐ നമുക്കിവിടെ കിട്ടുന്നുണ്ട്, ലെറ്റർ എസ് കിട്ടുന്നുണ്ട്, നമ്പർ 36, 1988 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്, നമ്പർ 8 കിട്ടുന്നുണ്ട്, പെറ്റ് ലവേഴ്സ്, പെറ്റിനെയൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന വ്യക്തികളാകാനുള്ള ചാൻസസ് ഉണ്ട്, റീഡിംഗ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റുകൾ അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ ഹൈപ്പും കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.